ഹിന്ദ് അല്ല വഹ്ശിനെ കൊണ്ടുവരുന്നത്. വഹ്ശിനെ കൊണ്ടുവരുന്നത് ജുബൈർ ഇബ്നു മുത്തഇമാണ്. കാരണം ജുബൈർ ഇബ്നു മുത്തഇമിൻ്റെ പിതൃ സഹോദരനായ തുഐമയെ ബദറിൽ ഹംസത്ത് കൊന്നു. അപ്പോൾ അതിന് പകരം വീട്ടാനാണ് എന്ത് ചെയ്യണത്, പിന്നെ വഹ്ശിനോട് ഇത്തിഫാക്കാക്കുന്നത്. ആര്? ജുബൈർ ഇബ്നു മുത്തഇം. നീ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തരാം. ഹിന്ദ് സംഭവം ശരിയാണ്. ഹിന്ദ് ഉഹദിൽ വന്നിട്ടുണ്ട്. ഹിന്ദാണ് ആളുകളൊക്കെ പ്രോത്സാഹിപ്പിച്ചത്, പിടിച്ചു നിർത്തിയത്. ഹിന്ദിൻ്റെ പങ്കാളിത്തം ഉഹദിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹിന്ദിൻ്റെ പങ്കാളിത്തം ഉണ്ടായത് ശരിക്ക് പറയുന്നുണ്ട് ഉഹദിൽ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാള് കൊടുത്തല്ലോ ആർക്ക്? അബൂദുജാനക്ക്. അപ്പോൾ അബൂദുജാൻ റസൂലുള്ളാഹി വാള് തന്നു കാരണം അദ്ദേഹത്തിൻ്റെ വാള് പൊട്ടിപ്പോയി. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ വാള് കൊടുത്ത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ വാളായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പെണ്ണാണ്, റസൂലുള്ളാഹിൻ്റെ വാളുമാണ്. അതുകൊണ്ട് ഒരു പെണ്ണിനെ കൊത്താൻ ഞാൻ ധൈര്യം കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. പെണ്ണാരാ? പെണ്ണ് ഹിന്ദാണ്. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ അവർക്ക് ഭയങ്കര വിഷയമുണ്ട്. കാരണം അവരുടെ വാപ്പ, അവരുടെ സഹോദരങ്ങൾ ഒക്കെ എവിടെയാണ് മരിച്ചത്? കൊല്ലപ്പെട്ടത് ബദറിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പ്രതികാര വാഞ്ച ഉണ്ടായിരുന്നു. എല്ലാ ആളുകൾക്കും അവരുടേതായ രോഷം തീർക്കാനുണ്ടായിരുന്നു ബദറിൽ. അബൂ സുഫിയാൻ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹാരിസ് ഇബ്നുൽ ഹിഷാം ചെയ്തിട്ടുണ്ട്, സഫ്വാൻ ഇബ്നു ഉമയ്യ ചെയ്തിട്ടുണ്ട്, ഇക്രിമ ഇബ്നു അബീ ജഹൽ ചെയ്തിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഊഹദിൽ പ്രതികാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഊഹദിൽ ഷഹീദായവരെ ഏറെക്കുറെ എല്ലാവരെയും വികൃതാക്കിയിട്ടുണ്ട്. ഹംസത്തിന് മാത്രമല്ല, ഹംസത്തിനെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹംസത്തിനെ പോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെയും മിസ്അബിനെയും മറ്റു ഉള്ളവരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തംസീൽ ചെയ്തിട്ടുണ്ട്, ചിത്രവധം നടത്തിയിട്ടുണ്ട്, വികൃതാക്കിയിട്ടുണ്ട്. അതിൽ രക്ഷപ്പെട്ടത് ഹംദല മാത്രമാണ്. ഹംദല മലക്കുകൾ മയ്യത്ത് ഒളിപ്പിച്ച ഹംദല ഇബ്നുൽ അബിർ റാഹിബ് എന്ന് പറയും. ഹംദലൻ്റെ വാപ്പ അബുർ റാഹിബ് അദ്ദേഹം ഒരു മുനാഫിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു? മദീന വിട്ടു പോയി. മദീനക്കാരനാണ് ഹംദല. മദീന വിട്ടു പോയിട്ട് അയാളുടെ പണി ഇതായിരുന്നു, മക്കക്കാർക്ക് വിവരം നൽകുക, അതേപോലെ തന്നെ ഇസ്ലാം മതങ്ങൾക്കെതിരിൽ സംസാരിക്കുക തുടങ്ങിയ പരിപാടിയായിരുന്നു ആർക്ക്? ഈ അബുർ റാഹിബിന്. ആ അബുർ റാഹിബിനോടുള്ള ഒരു കൂറ് കാരണത്താൽ മകൻ ഹംദല ഷഹീദായി. പക്ഷേ ഹംദലയൊന്നും ചെയ്തില്ല. ബാക്കിയുള്ളവരൊക്കെ ഏറെക്കുറെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ വികൃതമാക്കിയിട്ടുണ്ട്. ഇത് അനസ് ഇബ്നു നദറിൻ്റെയും മറ്റുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹിന്ദും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അബൂ സുഫിയാനെ കുറിച്ച്, ഹിന്ദിനെ കുറിച്ച്, മുആവിയനെ കുറിച്ചൊക്കെ, മുആവിയ ഉഹദിലില്ല. പക്ഷേ പിൽക്കാലത്ത് എന്ത് ചെയ്തു? അവരെ മാത്രം നോട്ടിട്ടിട്ട് എന്ത് ചെയ്തു? ഈ നിരൂപണങ്ങൾ വന്നു. അവരെ പ്രത്യേകം കുറ്റപ്പെടുത്തി അവരുടേത് ഫോക്കസ് ചെയ്ത് അവരത് പെരുപ്പിച്ചിട്ട് ചരിത്രം എഴുതി. അത് ചരിത്രത്തിൽ വലിയ ക്രൂരതയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം യഹ്ദിമു മാ ഖബ്ലഹു, ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടിയൊക്കെ എന്ത് ചെയ്തു? പൂർവ്വകാലം വിസ്മരിക്കപ്പെട്ടു, അവർക്ക് പൊറുക്കപ്പെട്ടു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഹിന്ദു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എത്ര അടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ വർത്തമാനം പറയുന്നത്. ഓരോ കാര്യങ്ങൾ സംഭാഷണം നടത്തി അവരൊക്കെ മറച്ചു മൂടിയിട്ടാണ് വന്നത്. അറിയാത്ത രീതിയിൽ മുത്തനക്കിറത്തായിട്ടാണ് വന്നത് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അവസാനം അവരുടെ സംഭാഷണം കേട്ടപ്പോൾ റസൂൽ ചോദിക്കണം, ഹിന്ദു ബിന്ദു ഉത്ബയാണ് പറയണത്. അവരുടെ സംസാരം കേട്ട് ഉമറൊക്കെ മറിഞ്ഞു വീണു എന്നാണ് തീർച്ച. കാരണം അങ്ങനത്തെ വർത്തമാനമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇസ്ലാം സ്വീകരിച്ചത് പിന്നെ ഹിന്ദി എത്ര വലിയ മഹതിയാണ്. വളരെ ശ്രേഷ്ഠവതിയായിട്ടുള്ള ചരിത്രമാണ് അവർ നമ്മൾ വായിക്കണത്. വിഷയം അബ്ബാസികളുടെ ഭരണകാലത്താണ് ചരിത്രം എഴുതിയത്. അബ്ബാസികൾ അമവികളോട് നന്നായിട്ട് കണക്ക് തീർത്തിട്ടുണ്ട് ചരിത്രത്തിൽ. അത് ആയുധപരമായിട്ട് കണക്ക് തീർത്തിട്ടുണ്ട്. പിന്നെ രചനകളൊക്കെ വന്നത് അബ്ബാസികളുടെ ഭരണകാലത്താണ്. അതുകൊണ്ട് രചനകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പക്ഷപാതികൾ ഉണ്ടല്ലോ, ഷിയാ പക്ഷപാതികളൊക്കെ ചരിത്രം എഴുതിയപ്പോൾ അവർ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അമവികളോട് എതിരായിട്ട് അലവികളോടും അബ്ബാസികളോടൊക്കെ പക്ഷം ചേർന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. യഥാവിധം ചരിത്രം വായിച്ചിട്ടില്ല എങ്കിൽ ഈ മഹത്തുക്കളായ സഹാബികളെക്കുറിച്ചൊക്കെ മോശമായിട്ട് വിധിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതുണ്ടാകും. അല്ലാഹുൽ മുസ്തആൻ.